ഹായ്, അതുണ്ടല്ലോ. ഇന്ന് നമുക്കൊരു ഈസി ആയിട്ടുള്ളൊരു വൺ പോട്ട് ചിക്കൻ കറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്ക് ഭയങ്കര മടി പിടിച്ച് ചെയ്യുമ്പോഴത്തേക്കിനും ഞാൻ ചെയ്യുന്ന ചിക്കൻ കറിയാണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഏലക്ക, പട്ട, നമ്മുടെ മല്ലി, കുരുമുളക്, 2 ജീരകമുണ്ട്, പെരുംജീരകമുണ്ട്, സാദാ ജീരകമുണ്ട്. വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഷാജീരകവും കൂടി ഇട്ടാൽ നന്നായിരിക്കും. പിന്നെ തക്കാളി, അതുപോലെ തന്നെ സവോള അരിഞ്ഞ് വെച്ചതുണ്ട്, നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ചിക്കനും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മസാലകളെല്ലാം കൂടി വേണമെങ്കിൽ ചൂടാക്കാം. ഞാൻ പക്ഷേ ചൂടാക്കിയിട്ടില്ല. നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കുക. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫൈനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടെങ്കിൽ അത്ര കുറച്ച് തരി കിടന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഏതാണോ ഒരു വലിയ ബൗൾ, നമുക്ക് നന്നായിട്ട് കുഴയ്ക്കാൻ പറ്റുന്നൊരു ബൗൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇടുക. ചില ദിവസം നമുക്കിങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കുമല്ലോ, അല്ലെ പെട്ടെന്ന് അല്ല വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ്. കാരണം ഇത് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിലേ വേണമെങ്കിൽ പോയി നമ്മുടെ ബാക്കി പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നോക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ അതിനകത്തിട്ടിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയും കൂടെ ഇടുക. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പലർക്കും പല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ പെരുംജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ കുറച്ചുകൂടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, പട്ടയുടെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഉപ്പിടുക. പിന്നെ നമ്മുടെ കുറച്ച് മുളക് പൊടി ഇടുക. ഇത് സാധാ മുളക് പൊടി, അതുകൊണ്ട് അത്ര കളറില്ല. കാശ്മീരി മുളക് പൊടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മീറ്റ് മസാല ഇത്രയും കൂടെ ഇടുക. പിന്നെ കുറച്ച് മീറ്റ് മസാല ഇടുക, ചിക്കൻ മസാല ആയാലും മതി. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കാരണം മല്ലിപ്പൊടി ഇടണമെന്നില്ല, ഓൾറെഡി നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അതല്ല അത് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ചൂടാക്കി ചേർത്താൽ മതി, അത്രയൊക്കെ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. എത്രയും നിങ്ങൾക്ക് നന്നായിട്ട് തിരുമ്മി ചേർക്കാൻ പറ്റുമോ അത്രയും നല്ലതായിരിക്കും. എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ വെക്കാം. ഞാൻ പക്ഷേ പെട്ടെന്ന് എനിക്ക് ഉണ്ടാക്കേണ്ടത് കൊണ്ട് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ല. റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണെങ്കിൽ ഒന്നുകൂടെ പൊടികളെല്ലാം ഒന്ന് പിടിച്ച് നമുക്ക് നല്ലതായിട്ട് നല്ല ഫ്ലേവറിൽ തന്നെ കിട്ടും. ഇതിനും ഫ്ലേവർ കുറവൊന്നും ഉണ്ടാവില്ല. 2 രീതിയിലും സമയമുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. കുറച്ചുകൂടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ്. എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആൾക്ക് കുക്കിങ് അത്ര വശമല്ല. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, ഒരു പോട്ടിലുണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാമോ എന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പരീക്ഷണാർത്ഥത്തിൽ ഇടയ്ക്ക് പരീക്ഷിച്ച സാധനം ഇപ്പോഴും ഒന്ന് ചെയ്തതേ ഉള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഒലീവ് ഓയിൽ ഒഴിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്തേക്ക് ഞാൻ പെരുംജീരകവും കടുകും ഈ ഷാജീരകമാണ്, ഇത് ഈ ബിരിയാണി ഉണ്ടാക്കുന്ന ജീരകമാണ്. അതിൻ്റെ ഒരു ഫ്ലേവർ എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ കടുക് പൊട്ടിക്കുന്ന കൂട്ടത്തിൽ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കടുകൊക്കെ പൊട്ടിക്കുക. ഈ കൂട്ടത്തിൽ വേണേൽ കറിവേപ്പില ഇടുക, ഞാൻ ഇട്ടിട്ടില്ല. അതിനകത്തിട്ട് ഞാൻ തിരുമിയായിരുന്നു, അത് കാരണം ഞാൻ ഇട്ടിട്ടില്ല. എന്നിട്ട് നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന തിരുമ്മി കൂട്ടി വെച്ചിരിക്കുന്ന എല്ലാം കൂടെ അതിലിടുക. നന്നായിട്ട് ഇളക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ഈ കറി വെക്കുമ്പോഴത്തേക്കിന് വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ നമുക്ക് ആ പണിയുടെ പുറകെ പോകാൻ പറ്റും. കാരണം ഇത് ലോ ഫ്ലെയിമിലായതുകൊണ്ട് അടിക്ക് പിടിക്കത്തുമില്ല, അവിടെ ഇരുന്ന് പതുക്കെ വെന്ത് നമുക്ക് കിട്ടും. അപ്പോൾ കുറച്ച് ധൃതിയുള്ളവരാണ് എങ്കിൽ കുക്കറിൽ വെച്ചിട്ട് ഒന്ന് വിസിലടുപ്പിച്ചാൽ മതി. പക്ഷേ കുക്കറിൽ വെച്ചത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്കിതുപോലെ ഇതിൽ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തപ്പോഴത്തേക്കിനാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഫീൽ ചെയ്തത്. അപ്പോൾ അത് അത്രേ ഉള്ളത്, മൂടി വെക്കുക. ഇപ്പം ഒന്ന് ഹാഫ് വെന്ത് ചിക്കനിൽ നിന്നുള്ള വെള്ളം എല്ലാം കൂടെ ഇറങ്ങിയിട്ട് ഇപ്പം തന്നെ നമുക്ക് കറിയായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എനിക്ക് കുറച്ചും കൂടെ റോസ്റ്റ് പരുവമാണ് വേണ്ടതുകൊണ്ട് ഞാൻ പിന്നെ അത് വെച്ച് വറ്റിച്ചു. മല്ലിയിലയും കൂടെ ഇടുന്നുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി. എൻ്റെ റൂംമേറ്റിന് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് നമ്മൾ കുറവായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ, എന്നാൽ പിന്നെ ഒന്ന് പ്ലേറ്റിംഗ് ഒക്കെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ചൊരു പ്ലേറ്റിലേക്ക് എടുത്ത് കുറച്ചെല്ലാം കൊലപ്പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. സമയമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ.